നമ്മുടെ ടോപ്പ് സിംഗറിലെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ മിഠായി കൂട്ടത്തിന്റെ കൂട്ടത്തുനിന്ന് ഒരു സുന്ദര കൂട്ടം വരാൻ പോവാണ്. വെൽക്കം ഇജോ കുട്ടൻ ഓൺ സ്റ്റേജ്. എന്തോ മക്കളെ കല്യാണത്തിന് പോകാം. അല്ല, അവൻ കല്യാണം കഴിക്കാൻ പോവാ. ഇന്നാണോ? അല്ലല്ല, ഇന്നല്ല, ഇനി അടുത്ത മാസം ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. പള്ളിയിൽ നിൽക്കുന്ന ആ ഡ്രസ് ഇപ്പോഴേ ഇനി അതുവരെ ഇതേ ഡ്രസ്സായിരിക്കും കുഞ്ഞിന്. എന്റെ കല്യാണമൊന്നുമല്ല. അല്ല, കല്യാണത്തിനല്ലേ സാധാരണ ഇങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കുന്നേ. കല്യാണത്തിന്റെ ഉടുപ്പിട്ടത്? കല്യാണത്തിന്റെ ഉടുപ്പ് വേറെയാണ്. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് വൈറ്റ് കളർ. ഇതല്ല. എന്നാണ് കല്യാണം? കല്യാണം ഇല്ല, ഒന്നുമില്ല. ഇത് അറിഞ്ഞില്ലേ, 24-ല്ലേ ഈ പുതുവർഷത്തിൽ അവന്റെ പിള്ളേരെല്ലാം അവനെ വിട്ടേ പോയി. 2024 എല്ലാവരും പോയി. എല്ലാരും താരയും ലച്ചു എല്ലാവരും തന്നെ എന്നോട് കൂട്ടുകിട്ടി. ഐശ്വര്യമായിട്ട് 2024 തുടങ്ങി ഒറ്റ പിള്ളേരും ഇനിയിപ്പോ ജഡ്ജസിനെ കണ്ടുപിടിക്കാം. നീ ആരെയാ ഉദ്ദേശിച്ചത്? എംജിങ്ങളിലെ ശതങ്ങളിലൊക്കെ മക്കൾ എന്ത് കഷ്ടപ്പെടുന്നുണ്ട് മീനൂട്ടി. അതെ, ഒരെണ്ണല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. മക്കള് വിഷമിക്കണ്ടാടാ, ഞങ്ങളുണ്ട് കൂടെ. താങ്ക് യു. അല്ല, ഏതോ കഥ പറഞ്ഞോണ്ട് ഈ തെരുവ് വീഥികളിൽ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. കടങ്കഥ. ആണോ? ആ, കടകഥയാണോ അത് പറഞ്ഞോണ്ട് നടന്നത്? ഒരു വീട്ടിലൊരു കൊലപാതകം നടന്നു. കൊലപാതകമോ? ഒരു വീട്ടിലൊരു കൊലപാതകം നടന്നു. കൊലപാതകമോ? അതെനിക്ക് മനസ്സിലായില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. ശരിക്ക് പറ. ഒരു വീട്ടിലൊരു കൊലപാതകം നടന്നു. അങ്ങനെ വാ. അല്ല, ഈ കൊലപാതകമാണോ അതോ കൊലപാതകമാണോ? ഇതെനിക്ക് കിട്ടാത്ത കൊറേ നേരം ഇന്ന് പഠിച്ചാ. എനിക്ക് പറ, ശരിക്ക് പറ. ഒരു വീട്ടിലൊരു കൊലപാതകം നടന്ന്. അപ്പൊ അവിടുത്തെ ഭാര്യ പറഞ്ഞ് ഞാൻ ഉറങ്ങി കിടക്കുമായിരുന്നു. അപ്പോഴായിരുന്നു ഭർത്താവ് മരിച്ച നിലയെ കണ്ടെത്തിയത്. അതെങ്ങനെ ഉറക്കത്തിൽ സ്വപ്നോ? എങ്ങനെ കാണും? എന്നിട്ട് അവിടെ വീട്ടിലെ പോലീസൊക്കെ വന്ന് എല്ലാവരും കൂട്ടം കൂടി നിന്ന്. എന്നിട്ട് വാച്ച്മാൻ പറഞ്ഞു, ഞാനാണ് ആദ്യം കണ്ടതെന്ന്. വാച്ച്മാൻ പറഞ്ഞു ഞാൻ കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാന്ന്. ഡ്രൈവർ പറഞ്ഞു ഞാൻ ബാങ്കിൽ പോയതാണെന്ന്. സെക്യൂരിറ്റി പറഞ്ഞു ഞാൻ ഈ കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോയതാണെന്ന്. അപ്പൊ അത് ആരായിരിക്കും പിടിക്കുക? ആരായിരിക്കും കൊലപാതകി? കൊലപാതകി ഭർത്താവ്. കൊലപാതകം ചെയ്തത് ആരാണ്? കൊലപാതകം ചെയ്തത് ഭർത്താവ്. ഓഗസ്റ്റ് 15 നടന്നേ. അന്ന് കടയിൽ പോയ ആളാവും. ബാങ്കിൽ പോയി ആരാണ് ബാങ്കിൽ പോയത്? ആരാ ബാങ്കിൽ പോയത്? ഡ്രൈവർ. അയാളാണ്. അവൻ തന്നെ ബാങ്ക് ഇല്ലാത്ത സമയത്ത് എന്തിനു ബാങ്കിൽ പോയി? ഞാനല്ല, കടങ്കഥയിലുള്ള ആള്. ഞാനല്ല അത് ചെയ്തത്. നിങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞപ്പോ അവനെ ഇല്ലാത്ത ചുമത്താണോ? ഇനി നീയാണോ? എടാ, നീയാണോടാ? ഞാനല്ല, ഞാൻ തന്നെ. ഞാനൊരു വീഡിയോയിൽ കണ്ടതാ ഇത്. ആരാണെന്നൊന്നും മനസ്സിലായില്ല. കള്ളന്മാരായിരിക്കും. കള്ളന്മാര്. മീനൂട്ടി, ഈ പറഞ്ഞ ആരുമല്ല, വേറൊരു കൊലപാതകി വന്നിട്ടുണ്ടോ? ഈ ഓഗസ്റ്റ് 15 എവിടെയായിരുന്നു പറ? ഓഗസ്റ്റ് 15 വീട്ടിൽ എന്തൊക്കെയായിരുന്നു? വീട്ടില് പാട്ടൊടിക്കായിരുന്നു. പാട്ട് ഓഗസ്റ്റ് 15. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഇവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. നമ്മുടെ ആദ്യം കണ്ട ഇവാനാ റിപ്പോർട്ട് ചെയ്തത്. ഫസ്റ്റ് അപ്പൊ ഒന്ന് വരണേ, വേഗം വരണേ. വന്ന് ഇവനെ പൊക്ക്. ഒരു 10 വരുന്നുണ്ടല്ലേ? ഓക്കെ. ഐവാൻ പാടിക്കഴിയുമ്പോഴത്തേക്ക് ഉടനെ നമുക്ക് അതിനെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഓക്കെ, താങ്ക് യു. CBI മറ്റേ വിളിച്ചത് കാര്യമില്ല. നീ ഉള്ള സത്യം പറഞ്ഞാൽ നീ ഓഗസ്റ്റ് 15 വീട്ടിൽ പാട്ട് പഠിക്കുവായിരുന്നെന്ന് പറഞ്ഞാൽ മതി. അവര് വരുമ്പോ ഞാൻ വീട്ടിൽ പാട്ടൊടിക്കായിരുന്നു. അത് കുഴപ്പമില്ല മക്കളെ, ചെയ്തതല്ലേ? കുഴപ്പമില്ല. അവരെ കൊറേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട. ഇപ്പൊ നമുക്ക് പാട്ട് പാടാം ഇല്ലയോ? അതെ, ഏത് പാട്ടാ? സോൾവ് ആക്കാം. അന്ന് നിന്നെ നുണക്കുഴിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? നുണക്കുഴി എന്ന് വെച്ചാൽ എന്തോ? നുണ പറയുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു കുഴി. അത് മക്കൾക്കുണ്ടല്ലോ. അതാണ് നുണക്കുഴി. എനിക്ക് നുണയൊന്നുമില്ല. അതെവിടെ ഉണ്ടാവാ? അത് തലയില്.
എനിക്ക് അല്ല അല്ല വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ആ. ഇവാന് കുറെ നാളായിട്ട് കുറേ കുട്ടികളുമായിട്ടുള്ള കമ്പനിയുണ്ട്. കമ്പനി ഉണ്ടല്ലോ, ആർക്കൊക്കെ നുണക്കുഴിയുള്ളൂ? ലച്ചുവിന് പിന്നെ ലച്ചു ചിലപ്പോ കള്ളം പറയും. കള്ളം പറയാം, അതുകൊണ്ട് അവക്ക് ഉണ്ടാവും മേബി. ഉണ്ടാവും. ആ ഇവിടെ ആർക്കൊക്കെ ഉള്ളത്? ഓർക്കസ്ട്രക്കാർ ഓർക്കസ്ട്രക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. വാസനങ്ങളില് ആരാ? വാസനങ്ങളിൽ വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഈ ലോനപ്പനുണ്ടോ? ജോനപ്പനുണ്ട്. കാര്യം അത് ഇഷ്ടം പോലെ നുണക്കുഴി, അതുകൊണ്ടാണ് താടി വളർത്തിയാക്കുന്നത്. ഇവിടെ ജഡ്ജസിൽ ആർക്കെങ്കിലും ഉണ്ടോ? ആ മുഖത്താടാതെ വരുന്നത്. ചേച്ചിക്ക് You said the right man. അല്ല കള്ളം പറയാറുണ്ട്, തള്ളാറുണ്ട്, അതുകൊണ്ടാ കുഞ്ഞു പറഞ്ഞത്. ചേച്ചി ഇരിക്കുന്നൊക്കെ ഇതൊരു തെറ്റായി പോയല്ലോ. അപ്പൊ അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, പിന്നെ അന്ന് എന്റെ കാവിടി ഇത്ര ചുമന്നിട്ടില്ല. ഓ പിന്നെ അവൾ നോട്ട് ചുമപ്പ്. ഓക്കെ ദെൻ നോട്ട് റെഡ്. നോട്ട് റെഡ്. പിന്നെ പൊട്ട് കുത്താൻ അറിയില്ല. ഓ ദിസ് ഷീ ഡസന്റ് നോ ടു Don't കുത്ത് പൊട്ട്. അത് പൊട്ടല്ലോ, ചന്ദനല്ലേ. ഓക്കെ കണ്ണ് എഴുതാൻ ഓ അറിഞ്ഞൂടാ. ഐസ് ഐസ് നോ ഐലൈനർ. No eyelashes. പിന്നെ എട്ടും പൊട്ടും തിരിയാത്ത പാവാട. അതെന്തുവാണ് ഈ എട്ടും പൊട്ടും? എട്ടും പൊട്ടും. നീ സാധാരണ ഈ 16 Eight and ബിന്ദി. അല്ല 16 നിലയിൽ പൊട്ടിയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്തോ ഇത്? ഒരെട്ട് ഒരെട്ട്. അതിനെ പൊട്ടിച്ചു. ആ എട്ടും പൊട്ടും ആ, എട്ടിനെ പൊട്ടിച്ചപ്പോ 4 2 കഷ്ണം. തിരിഞ്ഞൂടാ. എട്ടും പൊട്ടും തിരിയാത്ത ആർക്കും അറിഞ്ഞൂടാ. എട്ടും പൊട്ടും തിരിഞ്ഞിട്ടും അത് ആർക്കും 8 അറിഞ്ഞൂടാ. പൊട്ടിച്ച ആൾക്കാർക്ക് 6 അല്ലേ അങ്ങനെയാണോ? എട്ടും പൊട്ടും പൊട്ടിച്ച- 8 പൊട്ടിച്ച ആൾക്ക് ആരാ ശരിയെന്ന് അറിയില്ല. അറിയില്ല. ആ അതൊരു പാവാടക്കാരിയായിരുന്നു അല്ലേ മക്കളെ? ആ. ആ, ഇപ്പൊ എല്ലാം ശരിയായി മക്കളെ. നമുക്ക് പാടിയാലോ? All the best മോനെ. All the best. All the best. Thank you. All the best. Thank you.